കുറിച്ചുകൊണ്ടാണ് ഇന്ന് ലഹരിക്കെതിരെ ഒരു ഏകാംഗ നാടകം നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും ഈ നാടകം നമ്മൾ വെറുതെ ഒരു പ്രോഗ്രാം കാണുക എന്നതിനപ്പുറത്ത് ഇതിൻ്റെ ചൂട് പിടിച്ച് നമ്മുടെ വിദ്യാലയങ്ങളിൽ എന്തെല്ലാം തരത്തിൽ കുട്ടികൾക്കിടയിൽ പ്രചരണവും അവബോധവും ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ളതിൻ്റെ ഒരു തുടക്കമാണിത്. ലഹരിയെക്കുറിച്ചുള്ള നമ്മളുടെ സെഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഇത് ചെയ്യുന്നത് തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് കുറെ കൂടെ ആശയവിധത ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഈ നാടകം ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത് ശ്രീ അഷ്റഫ് മുന്ന. അദ്ദേഹം പെരിന്തൽമണ്ണ സ്വദേശിയാണ്. 124ാമത്തെ വേദിയിലാണ് ഇന്ന് അരുത് എന്ന് പറയുന്ന ഈ നാടകം ആരംഭിക്കുന്നത്. അത് പറയുമ്പോൾ മറ്റൊരു സന്തോഷം പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം എത്ര നേരം ഇങ്ങളെ വിളിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് നീക്കിങ്ങളെ ഇറങ്ങിപ്പോയതല്ലേ. ഒന്ന് വന്ന് കിടക്കുക, ഒന്ന് കിടക്കാനും വെച്ചാ ഇത് വലിയ കഷ്ടാട്ടോ. മനസ്സങ്ങളൊന്ന് നീക്കുണ്ടാവുന്ന എന്താണ് അത് പറഞ്ഞ് തുലക്കിച്ച് അല്ലാത്തൊരു കഷ്ടമാണ് എന്നെ കൊണ്ട്. ഞമ്മളെ മോനെ കാണാനില്ല. ഒന്നര വൈകുന്നേരം പോയതാ. ഇന്നലെ രാത്രി പേരേക്ക് വന്നിട്ടില്ല. ഞാൻ പിന്നെ രാത്രി നിങ്ങളോട് പറയാതിരുന്നതാ. ഓനെ എവിടുക്ക പോയിന്ന് നിങ്ങളൊന്ന് പോയി അന്വേഷിക്കും. ഓൻ എവിടെ പോകാനാണ്? ഓൻ അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഇതൊന്നും മുണ്ടാതിരുന്നാ മതി. നിങ്ങൾക്ക് ഇവിടെ കടന്നുറങ്ങിയാ മതി. ഒന്ന് രാത്രി പോകുന്ന ഒരു ആൺകുട്ടി പെരേക്ക് വരാത്തതിന്റെ ബേജാറ് പെറ്റ തള്ളൊക്കെ അറിയുള്ളൂ. പണ്ടൊക്കെ പെൺകുട്ടികൾ ഒന്നിനാന്തരം പോന്നാലേന്നു വാപ്പാക്കും മാക്കും ബേജാറ്. ഇപ്പൊ ആൺകുട്ടികൾ ഒന്നിനാന്തരം പോന്നാലും പേടി ബേജാറായി തുടങ്ങിയിരുന്നു. കാലത്തിന്റെ ഒരു പോക്കെ. ഇപ്പൊ ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഒക്കെ കണക്കാം. വിജയ് ആ നാരായണന്റെ വീട്ടുകൊണ്ട് വിളിച്ചോക്കാം. അയാളെ ഭാര്യക്ക് ഓരോ മകനും നമ്മുടെ മകനും വലിയ കൂട്ടല്ലേ. അവിടെ എങ്ങാനും പോയിട്ടുണ്ടാവും. ഒന്ന് വിളിച്ചോ. എന്നിട്ട് മനസ്സിലൊന്ന് ഉറങ്ങാൻ അനുവദിക്കും. ഹലോ, ദേവവൃത്തി അല്ലേ? അതെ, ദേവവൃത്തിയാണ്. ഇത് ഞാനാ ബീവി. ആ ബീവി, എന്താ പറയേ? നിങ്ങളെ മോൻ പെരേലുണ്ടോ? എന്റെ മോൻ ഇവിടെ ഉണ്ടല്ലോ. എന്തേ? ഓ ഇവിടെ ഉണ്ടോ? എന്റെ മോൻ ഇന്നലെ അവിടെ വന്നിരുന്നോ? നിന്റെ മോൻ ഇന്നലെ വന്നിട്ടില്ലേ? ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ടല്ലോ. എന്തേ? അല്ല, എന്റെ കുട്ടി നല്ല കുട്ടിയെന്നേ. നിങ്ങളെ ചെക്കന്റെ കൂടെ കൂടിയിട്ടാ എന്റെ കുട്ടി ഇങ്ങനെ നാശായത്. നിന്റെ മോന്റെ കൂടെ കൂടിയിട്ടാ എന്റെ മോൻ പറഞ്ഞ കേൾക്കാതെ ആയത്. ഒന്ന് പോടി അവിടുന്ന് കൊണാറിയാതെ. എന്റെ മോനായി നാട്ടിലൊക്കെ കൂടെ വെറുപ്പിക്കച്ച് ആ ഒരു മകനെ കൊണ്ട് ഒന്ന് നിർത്തിക്കച്ച് പോണ പോലക്ക് ഓലക്ക ഇങ്ങക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഓള് പറഞ്ഞു കേട്ടങ്ങള് ഞമ്മളെ കുട്ടീനെ കൂടെ കൂടിയിട്ടാ ഓളെ കുട്ടി കേടുന്നത്. അപ്പൊ ഞാൻ വിട്ടുകൊടുക്കോ? നിങ്ങളൊന്ന് അവിടുന്ന് നീച്ചാണി ഒന്ന് പുറത്തു പോയിട്ട് അന്വേഷിച്ചാണി. ഞാനിപ്പോ ഇനി എങ്ങോട്ട് പോയിട്ട് പോലെ അന്വേഷിക്ക. പിന്നെ ഈടായിട്ട് വല്ല സ്വഭാവത്തില് കുറെ മാറ്റമൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ചിലപ്പോ ലജ്ജോടെ എന്തെങ്കിലും ചോദിക്കുമ്പോ പൂച്ചനെ പിടിച്ച് നായന്റെ മേത്തിട്ട സ്വഭാവം കാണിക്കുന്നത് കാണുമ്പോ എനിക്ക് നാളെ ഒന്നും വരാതിട്ടല്ല, പിന്നെ ഒക്കെ സഹിച്ചു കുത്തിരിക്കാണ്. എനിക്കിപ്പോ ചേരും പോലൊന്നും അങ്ങനെ പിടിക്കണല്ലോ. ഒരാ മുടി കണ്ണും മോറവിടെ കണ്ടാലേ പൊളിച്ചിട്ട് വല്ല ആഴ്ചയായി തോന്നിപ്പോ. ഇതാ തുടങ്ങി തൊള്ള തുറന്ന ഓന്റെ കുറ്റേ പറയൂ. പിന്നെ എങ്ങനെ ഓൻ പേരന്റെ അകത്തിരിക്കുക? നിങ്ങളെ കണ്ണിന്റെ മുമ്പിൽ ഓൻ പേരിലുണ്ടാവും. അതന്നെയാണ് നഗരാറേ. ഞാനേ എന്റെ ഓനെ കുടിച്ചപ്പോട്ട് മുടുന്നു. അല്ലെങ്കിൽ ഞാൻ ഓനെ താന്നിരിക്കലാണ്. അതുകൊണ്ട് വരട്ടെ കേട്ടോ. ഒന്നെങ്കിൽ ഓനെ അല്ലെങ്കിൽ ഞാന് ഓനെ രണ്ട് കാലം നടത്തിപ്പോരട്ടോ. ഞാന് നിങ്ങളിങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് കുത്തിയിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളൊന്ന് പുറത്തു പോയി അന്വേഷിച്ചാണ് ഈ മരിച്ച. ഇതൊന്ന് സമാധാനപ്പെടെ.
ഞാനേ ആ മാധവ മാഷൊക്കെ വിളിച്ചോട്ടെ, ഒരു സ്വൈരതാണ്. ഹലോ, ആ മാധവ മാഷല്ലേ? ആ, ഞാനാണ് ഷെമീറിന്റെ വാപ്പ. ആ, നിങ്ങളന്ന് PTA മീറ്റിംഗ് വരെ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ആ, ഇവളോട് പറഞ്ഞാലാച്ചാ ഓള് പോരുമില്ല. എനിക്കാണെങ്കിൽ ഒന്നും വാങ്ങി എണീറ്റിട്ട് പോയിട്ടുള്ള പണിയല്ലേ, അതുകൊണ്ട് ഞാൻ പകരം ഫുൾ ഉറങ്ങാൻ മാസം. അതുകൊണ്ടാണ്. ആ, പിന്നെ മാഷേ, ഞാൻ വിളിച്ചതേ, എൻ്റെ മോനെ ഇന്നലെ വൈകുന്നേരം മുതൽ കാണാനില്ല. ഒന്നര രാത്രി ഇവിടെ എത്തിയിട്ടില്ല. ഓളിപ്പോഴാണ് പറയണത്, ഓന് ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് വരലുണ്ടല്ലോ അല്ലേ? ഓൻ ക്ലാസ്സിൽ വന്നിട്ട് ഒരാഴ്ച ആയിരുന്നു. എന്താ മാഷെ പറയണേ? ഓനെടുന്ന് വേഗം പുസ്തകമൊക്കെ എടുത്തിട്ട് എല്ലാം സ്കൂൾക്ക് പഠിച്ചേ. എന്താ ഞാൻ കേൾക്കണം? പക്ഷേ എന്നാ ഞാൻ വിളിക്കാട്ടില്ലേ? ഓക്കെ. അല്ല ഇവിടെ നമ്മളെ ചെറുക്കം ഇടക്കൊക്കെ വരാതാവുന്നുണ്ടാവും രാത്രിയിലൊക്കെ. സ്കൂളിൽ തന്നെ പോയിട്ട് ഒരാഴ്ച ആയിത്തറേ. എന്താ നമ്മള് ചെയ്യാ? പെട്രോൾ പമ്പിൽ പണിക്കോണത് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? പെട്രോൾ പമ്പിലും പണിക്കുപോയി. അതിനോട് സ്കൂളിലല്ലേ ഇവിടുന്ന് പോണത്? ഏത് പെട്രോൾ പമ്പിലാണ് പണിക്കോണത്? ഇതിന്റെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഞാനൊട്ടും അറിഞ്ഞിട്ടില്ല. ഓൻ അവിടുന്ന് ഇപ്പൊ നല്ല പൈസ കിട്ടണത്. ഇതേണ്ട, ഈ 2 വള പണയം വെച്ചിരുന്നത് ഓനെടുത്ത് തന്നത് പൈക്ക്. ഓൻ കുടുംബം നോക്കണ കുട്ടിയാണ്. ഒരു രാത്രി പണിയെടുത്താലേ 1000, 2000, 3000 ഒക്കെ കൊടുക്കൂത്ര പെട്രോൾ പമ്പെന്ന്. ഒരു പെട്രോൾ പമ്പിൽ രാത്രി പണിക്കുന്നാല് 1000, 2000, 3000 കിട്ടുന്നേ. ഒരു കളക്ടർമാരാണല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഹലോ, ആ ഷെമീറിന്റെ വാപ്പയാണ്. ആര്? പോലീസ് സ്റ്റേഷനിൽ എന്താ സാർ പ്രശ്നം? എന്റെ മോനിരുന്നു എപ്പോ? സ്റ്റേഷനിൽ വരണല്ലേ? ഞാൻ വരെയുണ്ട്. നമുക്ക് വരാം സാറേ. ഓക്കെ. എടീ, പോലീസ് സ്റ്റേഷനിലാണ് വിളിച്ചത്. മോളെ വിളിച്ചെല്ലാം പറഞ്ഞു. നമ്മളെ മകനെ അവിടെ പിടിച്ചു പോത്രേ. ഒരു ബാലപക്ഷത്തിന്റെ ഇടയിൽ നമ്മളെ കുട്ടി കണ്ടു നിർത്താൻ പോയപ്പോ ഒരു പിന്തുണ പിടിച്ചോത്രേ. ഓന്റെ കയ്യിൽ നിന്ന് വലിയ ലഹരി വസ്തുക്കൾ അത്ര പിടിച്ചെടുത്തില്ല. കർച്ചൻ ടീച്ചറെ കുറഞ്ഞ കാണിച്ചതാണ്. ഇതിന്റെ മനസ്സ് ആകെ മോശമായി നിൽക്കുക. ആ ചെറുക്കൻ ഇങ്ങനെ ലാളിച്ച് വശമാക്കി. ഞാൻ എന്താ ചെയ്യാ? കൈകാലം പറിച്ചിട്ട് നിൽക്കാൻ തന്നെ വെച്ച മക്കളെ കൊണ്ട് കിട്ടുന്ന ഗതികേട് എന്താ ചെയ്യാ? ഈ സ്റ്റേഷനിൽ പോയിട്ട് മനുഷ്യല്ല. ഞാൻ എന്താ ചെയ്യാ?
എന്നെ കണ്ടോ തലതിരിച്ചാ നടക്കണ മെമ്പർ. എന്നിട്ട് ആ മെമ്പറെ ഞാൻ വിളിക്കാൻ പോകുന്നത് എന്ത് ജീപ്പാണ്. നിങ്ങളൊന്ന് വിളിക്ക്. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്. അത് ബിസിയായിട്ടാണ് കണ്ടില്ലെങ്കിൽ പറഞ്ഞില്ല ഞങ്ങൾ ഫോണൊന്നും കൊടുക്കൂല. ഒന്നും കൂടി വിളിക്ക്. മെമ്പർ ഫോൺ എടുക്ക്. നമ്മളെ കുട്ടിന്റെ കാര്യല്ലേ. നിങ്ങളൊന്ന് വിളിക്ക്. നിങ്ങളൊന്ന് വിളിക്ക് മനസ്സാ. ഒന്നുകൂടി വിളിച്ചു നോക്കാം. ഹലോ മെമ്പറെ, ഞാനാണ്. എന്താ ബിസിയായിട്ടുള്ളത് ഫോണ്? ഇവിടെ എന്നോട് ഇപ്പോഴും പഴക്കത്തില്ല. അതെ, ഞാൻ ഫോൺ ബിസിയാക്കിയതൊന്നുമല്ല. എന്നെ സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഇടക്കാളായി. ആ സ്റ്റേഷനിൽ വിളിച്ചതല്ലേ? അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ആ വേഗം വരി, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ഓക്കെ റെഡി. മൂപ്പർ ഇവിടെ വരുന്നുണ്ട്. ഞാൻ കരച്ചൊക്കെ നിർത്തിയിട്ട് ഒന്ന് നടത്തി ഉപയോഗിക്കാം. മൂപ്പർ ഞാൻ ഒന്ന് കാണിച്ചല്ലേ. നിങ്ങളൊന്ന് വേഗം ചെല്ലേ. നമ്മളെ കുട്ടിനെ വേഗം ആ മെമ്പറെ വരി, കയറിയിരിക്കും. ഞമ്മളിനി എന്താ ചെയ്യാൻ മെമ്പറെ? എന്താ ചെയ്യാ? എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോയേ പറ്റൂ. അല്ല, നിങ്ങളെ ചെക്കൻ ഇത്രയൊക്കെ ആയത് പുറത്തുകൂടി നടക്കുന്നത് നിങ്ങളുടെ കണ്ണിൽ ഇതുവരെ പെട്ടില്ലേ? മെമ്പറെ, ഞാൻ ഒന്നും ഇറങ്ങി എന്നിട്ടാണ് പണിക്ക് പോകുന്നത്. നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ 1-2 ഹോട്ടലിൽ പോയി ബിരിയാണി തന്നിട്ട് കൊടുത്ത് തിരിച്ചു പോയി. എന്നിട്ട് രാവിലെയാണ് ഞാനൊന്ന് കിടന്നുറങ്ങുന്നത്. സത്യത്തിൽ ഞാൻ എൻ്റെ മോനെ കണ്ടിട്ടും മുണ്ടിട്ടും എത്ര ദിവസമായിരുന്നു നിങ്ങൾക്കറിയാം? മാസമായിട്ടുണ്ടാവും എൻ്റെ മോനെ നേരെ കണ്ടിട്ടൊന്ന് സംസാരിച്ചു. ഇതാണ് പ്രശ്നം. ഇത് തന്നെയാണ് പ്രശ്നം. നമ്മുടെ മക്കളോട് നമ്മൾ ദിവസത്തിൽ കുറച്ച് സമയം ചെലവഴിക്കും, തമാശ പറയും, ഒപ്പം ഇന്ന് ഭക്ഷണം കഴിക്കണം. പക്ഷെ ഇതിനൊന്നും നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. അതാണ് പ്രശ്നം. ഒക്കെ ആ സ്കൂളിലെ പറഞ്ഞത്. ആ സ്കൂളിൽ പോയി തുടങ്ങിയതില്ല എൻ്റെ കുട്ടി കൊടുക്കുക. എന്തിനാ സ്കൂൾ വരെ പറയുന്നത്? നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. ആദ്യം നിന്റെ ഈ ഹാൻഡ്സ് ഒക്കെ നിർത്ത്. അവൻ നിന്റെ പോക്കറ്റിൽ നിന്നും ഹാൻഡ്സ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ സ്കൂളുകാർ പറഞ്ഞിട്ടുള്ള കാര്യം ഒരു കാര്യമില്ല. കുട്ടികൾ സ്കൂളിൽ ചെലവഴിക്കുന്നത് വെറും 6 മണിക്കൂർ മാത്രമാണ്. ബാക്കി 18 മണിക്കൂർ ചെലവഴിക്കുന്നത് വീട്ടിലും മറ്റുമാണ്. ഈ 18 മണിക്കൂർ ചെലവഴിക്കുന്ന വീട്ടില് സ്വയവും സമാധാനം ഉണ്ടെങ്കിൽ കുട്ടികൾ പോയി പെടില്ല. നമ്മളെ മക്കളെ പോരായ്മകള് ഞമ്മക്കറിയില്ലല്ലോ. ഞങ്ങളെപ്പോഴും അയൽവക്കത്തെ മക്കളെ പോരായ്മകൾ കണ്ടാക്കാൻ എല്ലാവർക്കും അറിയില്ലേ? ഞാൻ 1-2 ഹോട്ടലിൽ പോയി ബിരിയാണി തന്നിട്ട് കൊടുത്ത് തിരിച്ചു പോയി. എന്നിട്ട് രാവിലെയാണ് ഞാനൊന്ന് കിടന്നുറങ്ങുന്നത്. സത്യത്തിൽ ഞാൻ എൻ്റെ മോനെ കണ്ടിട്ടും മിണ്ടിയിട്ടും എത്ര ദിവസമായിട്ട് നിങ്ങൾക്കറിയാം? മാസമായിട്ടുണ്ടാവും എൻ്റെ മോനെ നേരെ കണ്ടിട്ടൊന്ന് സംസാരിച്ചു. ഇതാണ് പ്രശ്നം. ഇത് തന്നെയാണ് പ്രശ്നം. നമ്മുടെ മക്കളോട് നമ്മൾ ദിവസത്തിൽ കുറച്ച് സമയം ചെലവഴിക്കണം, തമാശ പറയണം, ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം. പക്ഷെ ഇതിനൊന്നും നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. അതാണ് പ്രശ്നം. ഒക്കെ ആ സ്കൂളിലെ പറഞ്ഞത്. ആ സ്കൂളിൽ പോയി തുടങ്ങിയതില്ല എൻ്റെ കുട്ടി കൊടുക്കുക. എന്തിനാ സ്കൂൾ വരെ പറയുന്നത്? നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. ആദ്യം നിന്റെ ഈ ഹാൻഡ്സ് ഒക്കെ നിർത്ത്. അവൻ നിന്റെ പോക്കറ്റിൽ നിന്നും ഹാൻഡ്സ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ സ്കൂളുകാർ പറഞ്ഞിട്ടുള്ള കാര്യം ഒരു കാര്യമില്ല. കുട്ടികൾ സ്കൂളിൽ ചെലവഴിക്കുന്നത് വെറും 6 മണിക്കൂർ മാത്രമാണ്. ബാക്കി 18 മണിക്കൂർ ചെലവഴിക്കുന്നത് വീട്ടിലും മറ്റുമാണ്. ഈ 18 മണിക്കൂർ ചെലവഴിക്കുന്ന വീട്ടില് സ്വയവും സമാധാനം ഉണ്ടെങ്കിൽ കുട്ടികൾ ഇതുപോലുള്ള കണികളിലൊന്നും പോയി പെടില്ല. ഇല്ല, ഒരിക്കലും നമ്മുടെ മക്കളെ പോരായ്മകള് ഞമ്മക്കറിയില്ലല്ലോ. നമ്മളെപ്പോഴും അയൽവക്കത്തെ മക്കളെ പോരായ്മകൾ കണ്ടെത്താൻ എല്ലാ വീട്ടിലും അവസ്ഥ തന്നെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ മക്കളെ കൂടെ നിർത്തി മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങളുടെ മകന്റെ അടുത്ത് നിന്ന് പോലീസ് പിടിച്ചെടുത്ത് MDMA എന്ന ലഹരി ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നവരെ നമുക്ക് മണം കൊണ്ടൊന്നും കണ്ടെത്താൻ കഴിയില്ല. അതാണ് ഇത്രയും കാലം നിങ്ങൾക്ക് അവനിലുള്ള ലഹരി ഉപയോഗം ശ്രദ്ധിക്കാൻ പറ്റാതെ പോയത്. ഓളെ പറഞ്ഞാൽ മതി പറയാൻ. ഇവിടെ ഒരുത്തി ഓള് ചക്കരത്തെ കുറ്റം കണ്ടു ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യം പറയാം. ഓളെ
ചെയ്യാ? ഒക്കെ അനുഭവിക്കേണ്ട ഞാനല്ലേ? ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. നമുക്ക് വേഗം സ്റ്റേഷനിലെത്തി അവനെ പുറത്തിറക്കാൻ പറ്റുമെങ്കിൽ ഇറക്കി എത്രയും വേഗം അവനെ ലഹരി ഉപയോഗത്തിൽ നിന്നും മുക്തനാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. ശരിയോ പറയും, നമുക്ക് പോകാം. സമയം കളയണം. കാരണം ഇവർക്ക് സമയത്തിൽ വലിയ വിലയുള്ള ആളുകളാണ്. എന്തായാലും എന്റെ മകൻ അതിലകപ്പെട്ടു. അവൻ പെട്ടെന്ന് നടന്നത് എനിക്ക് ഉറപ്പില്ല. കാരണം അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് എന്റെ അമ്മയല്ലേ. എന്തായാലും കുറച്ച് കിടക്കേണ്ടി വരും. എന്തായാലും നമ്മൾ സ്റ്റേഷനിലേക്ക് വേണ്ടി എന്റെ മോന് പറ്റിയ തെറ്റ് ഈ മക്കൾക്ക് പറ്റാതിരിക്കാൻ എനിക്ക് പറ്റിയ സ്ഥലത്തോടും ഈ രക്ഷിതാക്കൾക്ക് പറ്റാതിരിക്കാൻ ഇവരോട് എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. അതൊന്ന് പറഞ്ഞോട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ സ്കൂളുകളുടെയും കോളേജുകളുടെയും പരിസരങ്ങളെല്ലാം ഈ ലഹരി മാഫിയകൾ കൈയടക്കിയിരിക്കുന്നു. നമ്മളൊക്കെ കടം വാങ്ങി ലോണെടുത്തു. നമ്മുടെയൊക്കെ മക്കളെ വലിയ പഠിപ്പിനായി മറ്റു സംസ്ഥാനങ്ങളൊക്കെ പറഞ്ഞേക്കുണ്ടല്ലോ. നമ്മുടെ മക്കളെ ആദ്യം അവിടെ സ്വീകരിക്കുന്നത് ആരാ നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയോ? അറിയില്ലേ? ആർക്കും അറിയില്ല. എന്നറിഞ്ഞോളി, ലഹരി മാഫിയകളാ നമ്മുടെ മക്കളെ എന്റെ കയ്യിൽ നീട്ടി സ്വീകരിക്കണം. നമ്മുടെ മക്കൾക്ക് ആദ്യം ഇവരിതെല്ലാം ഫ്രീ ആയിട്ട് ഓരോന്നിന്റെ പേര് കേട്ടത്തോ ഇതൊക്കെ നമ്മളെ മക്കളോട് ഡിഗ്രിയാണെന്ന്. രാസമയക്കുമരുന്നുകളായ LSD സ്റ്റാമ്പുകൾ, LSD ഡ്രോപ്പുകൾ, അങ്ങനെ എത്ര ലഹരി വസ്തുക്കൾ. ഇവയെല്ലാം ഒറ്റ ഉപയോഗം തന്നെ നമ്മുടെ മക്കൾ അതിന്റെ അടിമകളാണ്. പിന്നീട് അവരത് ഉപയോഗിക്കാൻ വലിയ വില കൊടുക്കേണ്ടി വരും. അതിന് അവരുടെ കയ്യിൽ പണം തികയാതെ വരും. അപ്പോൾ ഏത് മാർഗത്തിലൂടെയും അതിന് വേണ്ടി പണം കണ്ടെത്താൻ ശ്രമിക്കും. കക്കും, പിടിച്ചുറയ്ക്കും. അമ്മമാർക്ക് വീട്ടിലൊരു സ്വൈരം തരില്ല. അന്ന് നാട്ടുകാരന് മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ചോര നീരാക്കിക്കൊണ്ടിരിക്കുന്ന പിതാക്കന്മാരെ നുണ പറഞ്ഞ് അതിനുവേണ്ടി പണം കണ്ടെത്തും. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് കുറ്റകൃത്യത്തിന് പിന്നിൽ ഈ ലഹരി ഉപയോഗമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇത് ഉപയോഗിച്ച് തുടങ്ങിയ മാതാവിനെ തിരിച്ചറിയില്ല, പെണ്ണന്മാരെ തിരിച്ചറിയില്ല, എന്തിനും സ്വന്തം മക്കളെ തിരിച്ചറിയില്ല. അത്രയ്ക്കും ദോഷമാണ് ഈ രാസലഹരി ഉപയോഗം. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നിങ്ങളതിൽ അകപ്പെട്ടു എന്നില്ല, അകപ്പെടാതിരിക്കാനാ. അകപ്പെട്ടു പോയ തിരിച്ച് കയറി വരാൻ വലിയ പ്രയാസ. നിങ്ങളെല്ലായിടത്തും ഒറ്റപ്പെടാതിരിക്കാനാ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഉപയോഗിക്കട്ടെ, ഉപയോഗിച്ച് പോകരുത് പ്ലീസ്. എന്റെ മകൻ ഒരു വലിയ വിപത്തിലാ അകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാ എന്റെ മക്കളെ പോലെ ഞാൻ
നിങ്ങളോട് കേട് അപേക്ഷിക്കുന്നുണ്ട്. നമ്മുടെ മക്കളുടെ പോരായ്മകൾ കാര്യങ്ങൾ പറഞ്ഞില്ല. ഞാനടക്കമുള്ള മാതാപിതാക്കൾ അത് അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് മാതാക്കൾ. എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല. നിങ്ങളെ കണ്ടത് വേറെ ആരെങ്കിലും നിനക്ക് ആൾ മാറിയതാ. ഞാനും എന്റെ കുട്ടിനെ പറ്റി അങ്ങനെ വേണ്ടാത്തത് പറഞ്ഞത് പറഞ്ഞു. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതാണ് ഏതൊരു മാതാവും പിതാവും പറയാം. സത്യത്തിൽ ഈ മാതാപിതാക്കൾ അയാൾ പറഞ്ഞു തന്നത് വല്ല സത്യമുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കും. സത്യമാണെങ്കിൽ നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും കാര്യം മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത് നമ്മുടെ മക്കൾ ഓരോ മാതാപിതാക്കളും രക്ഷിക്കാൻ ശ്രമിക്കണം. അല്ലാതെ പറഞ്ഞത് തന്നെ കുറ്റക്കാരനും നമ്മുടെ മക്കളെ പരിശുദ്ധമാക്കുന്ന രീതി മാറ്റണം. എന്നാലേ ഈ നാട് ഉണ്ടാവും. എന്റെ മകപ്പെട്ട നിങ്ങളെ സന്തോഷിക്കണം. നിങ്ങളുടെ മക്കൾ അകപ്പെട്ട ഞാനും സന്തോഷിക്കരുത്. നിങ്ങളുടെ മക്കൾ എന്റെ മക്കൾ എന്ന് നമ്മുടെ മക്കൾ അതായിരിക്കണം ഓരോ രക്ഷിതാക്കളുടെയും മനസ്സിൽ. എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ നാടുകളിൽ ഈ അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാവിപത്തിന് ജാതി മത വർഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒന്നിച്ച് നേരിട്ട് നാടുകടത്തി നാടിനെയും യുവതലമുറയെയും രക്ഷിക്കണം. ഒന്ന് മടക്കി കുറ്റകടത്ത് മടക്കി പുത്രം കൈവലം കാണിക്കേണ്ടത് കൈക്കരുത്തിൽ കാണിച്ചിരിക്കണം. അതിന് ഈ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും അധ്യാപകരും ഒന്നിച്ചേ പറ്റൂ. രോഗമഹാമാരിയായ കൊറോണ എന്ന യുഗത്തിനെ നേരിടാൻ നാം കാണിച്ച ഐക്യമുണ്ടല്ലോ, അത് ഈ കാര്യത്തിലുണ്ടാവും. പ്രളയങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ നമ്മുടെ കൈകോർക്കേണ്ടി അതും ഈ കാര്യത്തിലുണ്ടാവും. എന്നാലേ നമ്മുടെ നാട് രക്ഷപ്പെടും. ഉണരണം ഓരോ വിദ്യാർത്ഥിയും, ഒരുമിക്കണം രക്ഷിതാക്കളും അധ്യാപകരും. ഒരു നല്ല നാളേക്കായി, ഒരു നല്ല യുവതയ്ക്കായി.
ഏതുതരം ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ നിയമവിരുദ്ധമായി സൂക്ഷിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രചരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ പകർത്തി ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ജയ് ഹിന്ദ്. എല്ലാ അച്ചടക്കവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലുമെല്ലാം സജീവമായിട്ട് ഇടപെടുകയും ആ സ്കൂളിലെ മറ്റ് അധ്യാപകർക്ക് അധ്യാപക സമൂഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുകയും കുട്ടികളുടെ എല്ലാ പ്രവർത്തനങ്ങളും നേരായ വഴിക്ക് നയിക്കുകയും നമ്മുടെ ഇതിലേക്ക് നമ്മൾ ഇതിനെ ക്ഷണിച്ച് എത്തിയ നമ്മുടെ സജാദ് മാഷനും വളരെ ഭംഗിയായി അവതരിപ്പിച്ച് നമ്മുടെ DPC മറ്റുള്ള എല്ലാ കായികാധ്യാപകരുടെയും പിന്നെ അംഗീകാരം നേടുകയും ചെയ്ത നമ്മുടെ അഷറഫ് ഉണ്ടെങ്കിൽ എന്ന നമ്മുടെ ഈ നാടകത്തിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.